മലയാളത്തിൽ ഇതുവരെ റിലീസ് ചെയ്ത പട്ടാള സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമ മേജർ രവി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ കീർത്തിചക്രയാണെന്ന് നിസ്സംശയം പറയാം. ഒരു പട്ടാളക്കാരൻ എങ്ങനെ ആയിരിക്കണമെന്നും ഒരു NSG കമാൻഡോ എന്താണെന്നും കാണിച്ചു തന്ന സിനിമ. മേജർ രവി എന്ന സംവിധായകൻ്റെ ഏറ്റവും മികച്ച സിനിമ കൂടിയാണിത്. ഈ സിനിമയിൽ ദൃശ്യവത്കരിച്ച ഓരോ രംഗങ്ങളും പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞവയാണ്. യഥാർത്ഥ യുദ്ധഭൂമിയിൽ നിൽക്കുന്ന ഒരു പ്രതീതി കീർത്തിചക്ര കാണുമ്പോൾ പ്രേക്ഷകനിൽ ജനിപ്പിക്കും വിധമാണ് ഈ സിനിമ മേജർ രവി ഒരുക്കിയിരിക്കുന്നത്. മലയാളത്തിൽ വന്നിട്ടുള്ള മറ്റൊരു സിനിമയ്ക്കും തരാൻ പറ്റാതെ പോയ രോമാഞ്ചം കീർത്തിചക്ര ഇപ്പോൾ കാണുമ്പോഴും പ്രേക്ഷകന് ലഭിക്കാറുണ്ട്. സിനിമ മാത്രമല്ല, ചിത്രത്തിലെ എല്ലാ പാട്ടുകളും വൻ ഹിറ്റായി മാറി. ഈ സിനിമയിൽ വില്ലൻ വേഷം ചെയ്തു ഉജ്ജ്വലമായി അഭിനയിച്ചവരിൽ പ്രധാന നടൻ കിരൺ രാജ് ആയിരുന്നു. നോർത്ത് ഇന്ത്യൻ ലുക്കുള്ള മലയാള സിനിമയിലെ സുന്ദരനായ വില്ലന്മാരിൽ ഒരാളാണ് കിരൺ രാജ്. മോഹൻലാലിന് പുറമെ ഈ സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്തത് തമിഴ് നടൻ ജീവയാണ്. ഇപ്പോഴിതാ ജീവയ്ക്കും മോഹൻലാലിനുമൊപ്പം കീർത്തിചക്രയിൽ അഭിനയിച്ചപ്പോഴുള്ള അനുഭവം പങ്കുവെക്കുകയാണ് കിരൺ രാജ്. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സീനിൽ ഔട്ട്ഡോറിലായിരുന്നു ഷൂട്ടിംഗ്. ജീവയും ലാലേട്ടനും കൂടി കിരൺ രാജിനെ കൊല്ലുന്ന സീൻ ഷൂട്ട് ചെയ്യുകയാണ്. ഹൗസ് ബോട്ടിൻ്റെ സെറ്റിട്ട് അതിലായിരുന്നു ഷൂട്ട്. ഫൈറ്റ് സീക്വൻസിനിടയിൽ ജീവ കിരണിനെ ചവിട്ടുന്ന ഒരു രംഗമുണ്ട്. അന്ന് നല്ലൊരു ചവിട്ട് തന്നെയാണ് കിട്ടിയത്. ചവിട്ടിയപ്പോൾ വലിയൊരു ശബ്ദം കേൾക്കാമായിരുന്നു. ആ ഏരിയ മൊത്തം കേട്ടു. കാരണം ജീവ ധരിച്ചിരുന്നത് ഒറിജിനൽ മിലിറ്ററി ബൂട്ടായിരുന്നു. അത് ഭയങ്കര സ്ട്രോങ് ആണ്. കിരൺ രാജിൻ്റെ നെഞ്ചിന് തന്നെയായിരുന്നു ചവിട്ട് കിട്ടിയത്. ചവിട്ട് കിട്ടിയതും വീണതും മാത്രമേ കിരണിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് സമയത്തേക്ക് കിരണിന് ഒന്നും ഓർമ്മയില്ലായിരുന്നു. വീഴ്ച കണ്ട് എല്ലാവരും പേടിച്ചു. ശേഷം നെഞ്ചിന് ഇടിച്ചൊക്കെയാണ് എഴുന്നേൽപ്പിച്ചത്. ഇത് കണ്ട് ലാലേട്ടൻ ജീവയെ ദേഷ്യത്തിൽ ചീത്ത പറഞ്ഞു. മേജർ രവിയെയും ചീത്ത പറഞ്ഞു. അഭിനയമല്ല ഇത്, എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ലാലേട്ടൻ നിർത്താതെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. ജീവയ്ക്ക് ടൈമിംഗ് തെറ്റിയതാണെന്ന് പറഞ്ഞു. ഡ്യൂപ്പില്ലാതെ ഫൈറ്റ് ചെയ്താൽ നന്നാകുമെന്ന് ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞതുകൊണ്ടാണ് ചെയ്തതെന്ന് കിരൺ പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ ദേഷ്യത്തിൽ കിരണിനെ ഒരു നോട്ടം നോക്കി. അദ്ദേഹത്തിൻ്റെ ആ ഒരു നോട്ടത്തിൽ സ്നേഹവും കരുണയും നിസ്സഹായതയും എല്ലാം കലർന്നിരുന്നു. പിന്നെ ആ സീൻ മുഴുവൻ അടിയായിരുന്നല്ലോ. ജീവിയുടെ കൂടെയായിരുന്നു കൂടുതലും ഫൈറ്റ് രംഗം. അതുകൊണ്ട് അടി ശരിക്കും ധാരാളം കിട്ടി. ആ ഷൂട്ടിങ്ങിന് ശേഷം ഒരാഴ്ച ആസ്പത്രിയിലായിരുന്നു എന്നും കിരൺ പറഞ്ഞു നിർത്തി. ഈ ഒരു സംഭവത്തിലൂടെ GPS മീഡിയയ്ക്ക് മനസ്സിലായത് ഒരു കാര്യമാണ്. എന്ത് അഭിനയമാണെങ്കിലും ശരി, നമ്മുടെ അഭിമാനമായ ലാലേട്ടൻ്റെ ഉള്ളിലെ യഥാർത്ഥ മനുഷ്യത്വമാണ് ഇതിലൂടെ മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നത്. മോഹൻലാൽ എന്നും ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിയാണ്. അദ്ദേഹത്തിൻ്റെ കരുതലിനെ കുറിച്ച് സഹപ്രവർത്തകർ 1000 വട്ടം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാര്യം നിറഞ്ഞ ലാൽ സാറിന് GPS മീഡിയയുടെ ഒരു ഗ്രേറ്റ് സല്യൂട്ട്.